വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹൽദി വ്ലോഗാണ്. ഇന്നാണ് ഹൽദി ഫംഗ്ഷൻ ഉള്ളത്. എൻ്റെ ചേച്ചിയുടെ മാരേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ഇന്ന് 9th ആണ്, 11th മാരേജ്. അപ്പോൾ ഇന്നാണ് ഹൽദി ഉള്ളത് കേട്ടോ. അപ്പോൾ ഹൽദിക്ക് മുൻപായിട്ട് ചേച്ചിക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. ഇപ്പൊ സമയം 3 മണി ആയിട്ടുണ്ട്. 6 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. 5 മണിക്ക് ക്യാമറാമാനൊക്കെ എത്തും. അപ്പൊ അതിന് മുന്നേ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ലുക്കിൽ നിൽക്കണം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പോയിട്ട് ചേച്ചിക്ക് സ്ട്രെയിറ്റ് ചെയ്യണം ഹെയർ. പിന്നെ അതിനുശേഷം ചേച്ചിക്ക് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം. ഹെയർ സ്റ്റൈൽ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ വിചാരിച്ചു. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യണം, എനിക്കൊന്ന് ഹെയർ ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഹൽദിയുടെ വ്ളോഗ് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഒരു കല്യാണപ്പന്തല് ഒരുങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കല്യാണപ്പന്തലൊക്കെ വരുന്നത്. അത്രയും വലിയ പന്തൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ആരുടെ കല്യാണത്തിന് ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പന്തലായിരുന്നു. ഇതിപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജൊക്കെ കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തീം യെല്ലോ ആയിരുന്നു. അപ്പോൾ യെല്ലോ ചെയറും യെല്ലോ കാർപ്പറ്റും എല്ലാം ഒരു യെല്ലോ മയമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ചേച്ചിക്ക് മേക്കപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ചേച്ചിക്ക് ഹൽദിയുടെ അന്ന് ഞാനാണ് കേട്ടോ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. എനിക്കറിയണ രീതിയിൽ ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേച്ചി എന്നെ പോലെയല്ല, ചേച്ചിക്ക് ഭയങ്കര ഓവറാക്കണത് ഇഷ്ടമല്ല. മേക്കപ്പ് ആയാലും മൊത്തത്തിൽ അവൾക്ക് ഓവറാണത് ഇഷ്ടമല്ല. സോ ഒരു സിമ്പിളായിട്ട് ഞാൻ അവൾക്കൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. മേക്കപ്പ് ഇട്ടുണ്ടോ ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ ഞാൻ ഐഷോയുടെ കുറച്ച് കളർ കൂട്ടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അവളുടെ കണ്ണ് എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞു കണ്ണാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വലുതാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഐഷോടും അതുപോലെ തന്നെ ഐലൻഡറും ഒക്കെ കുറച്ച് നല്ല തിക്കായിട്ടാണ് കേട്ടോ എഴുതി കൊടുത്തത്. പിന്നെ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ എടുത്ത ക്ലിപ്പാണ് കേട്ടോ. പിന്നെ അവളുടെ സ്കിന്നൊന്ന് ഞാൻ ഒന്ന് ഗ്ലോയി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഷോർട്ട് കുർത്ത, പലാസ പാൻറ്, പിന്നെ ഒരു ഷാള്. പിന്നെ ജ്വല്ലറി ഇട്ടേക്കണത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കമ്മലും കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ജ്വല്ലറി പെയർ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു പിങ്ക് കുപ്പി വളിയാണ് ഇട്ടേക്കുന്നത്. ഈ ജുമുക്കാന്നാ പറയുന്നത്. കമ്മലിന്റെ താഴ്ഭാഗത്ത് പിങ്ക് ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, ഗ്ലോയി മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്ലോ ആവുന്നുണ്ട് സ്കിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? റിലേറ്റീവ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ അവൾ തന്നെ ചെയ്തതാണ് കേട്ടോ, ഞാനല്ല. പിന്നെ സ്നേഹ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ, എൻ്റെ കുഞ്ഞു കുഞ്ഞു കസിൻസാണ്. എനിക്ക് കുറേ കുട്ടി കുട്ടി കസിൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ഒരു 3-4 സോങ്സിന് ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ കസിൻസ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കളിക്കുന്നതല്ലാണ്ട് സ്റ്റേജിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്, ആൾ വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്തുള്ള ഒരു പറമ്പിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. കണ്ടു ബാക്കിൽ ആരൊക്കെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അവരും നമ്മൾ മൈൻഡ് ചെയ്തില്ലായിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിനി വേർഷനായിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് മിനി വ്ളോഗല്ല മിനി വീഡിയോ അവർ എടുത്തിട്ടുണ്ട്. ഹൽദിയുടെ എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ, കുഞ്ഞു വീഡിയോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കസിൻസിനായിട്ടും അതുപോലെ തന്നെ അച്ഛനമ്മേനായിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വീടിൻ്റെ മുൻപിലുള്ള കല്യാണപ്പന്തൽ കാണിച്ചു തരാം. ഇതാണ് ഗേറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറേ ചെയറും പിന്നെ റൈറ്റ് സൈഡിൽ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനുള്ള ഒരു സെക്ഷനായിരുന്നു കേട്ടോ. ഫുൾ മഞ്ഞ തീമല്ലേ ഹൽദിക്ക്, അല്ലെങ്കിൽ മഞ്ഞയാണ് ഇപ്പോൾ. ഇതെൻ്റെ കസിനാണ്, ഞാൻ പറഞ്ഞില്ല ഒരാളും കൂടി വരാനുണ്ടെന്ന്. ഞങ്ങൾ 4 പേരാണ് കേട്ടോ. ഞാൻ, ശ്രീ ചേച്ചി, ഇതാണ് കേട്ടോ ശ്രീ ചേച്ചി, സ്നേഹ ചേച്ചി. അപ്പോൾ ശ്രീ ചേച്ചിയുടെ കുട്ടിയാണ്. പിന്നെ നിങ്ങൾ കുക്ക് എവിടെയെന്ന് ചോദിക്കുന്നവരോട് കുക്ക് ഇത് എവിടെ ഉണ്ട്, കുക്ക് സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുക്കിന് തിരക്കൊക്കെ കാണുമ്പോൾ ചെറിയൊരു വെപ്രാളുണ്ടെങ്കിലും കുക്കിനെ നമ്മൾ റൂമിൽ AC ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കായിരുന്നു. കല്യാണത്തിൻ്റെ ആ ഒരു തലേ ദിവസം നമ്മൾ ബോർഡിങ്ങിലാക്കിയിട്ട കുക്കുവിനെ 2 ദിവസത്തിന് കുക്കുവിനെ നമ്മൾ ബോർഡിങ്ങിലാക്കി. കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. എല്ലാവരും മഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് മാത്രമാണ് വേറൊരു കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഒരു മഞ്ഞ തീമായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ മയായിരുന്നു മൊത്തത്തിൽ.
ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹിബിയും അതുപോലെ തന്നെ റംസീനയൊക്കെ, പിന്നെ റംസീനയുടെ കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് മനുവേട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ, അച്ഛൻ, അനിയത്തി, അമ്മ. പിന്നെ ഇത് ഞങ്ങൾ ശ്രീ ചേച്ചിയും സ്നേഹയും കൂടി നിന്നിട്ടെടുത്താണ് കേട്ടോ. ഉണ്ണിയുണ്ട് കേട്ടോ, ഋഗ്വേദും ഉണ്ട്, ഋഷി എന്നാണ് കേട്ടോ വിളിക്കുക, പക്ഷെ ഞാൻ വേദുട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്, എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ജബാർ അങ്കിൾ. അച്ഛൻ്റെ 2-3 ഫ്രണ്ട്സ് പാട്ട് പാടി കേട്ടോ, ലൈവായിട്ട് പാട്ട് പാടി. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ മ്യൂസിക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം. നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പാട്ട് മറ്റേ ചുണ്ടെത്ത് ചെത്തിപ്പൂ ചെണ്ട് വിരിഞ്ഞു ആ പാട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനധികം പാടിക്കോളാക്കുന്നില്ല. അങ്ങനെ നമ്മളൊരു 3-4 സോങ്ങിന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ട ഒരു സോങ്ങിന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. ഈ സോങ് കളിക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് എനർജി കൂടുതലായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് എനിക്കും ചേച്ചിക്കും. കാരണം ഞങ്ങൾ തുള്ളിയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഈ സോങ്, ഈ സ്റ്റെപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ സോങ് എന്ന്. കല്യാണരാമനിലെ മറ്റു പാട്ടില്ല, ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ എന്ന് പറഞ്ഞ പാട്ടില്ല, ആ പാട്ടിലാണ് നമ്മൾ ഡാൻസ് കളിച്ചത്. എനിക്കെന്തോ ഞാൻ പറയുന്നതും ഡാൻസും തമ്മിൽ ഒരു മാച്ചിലാണെന്ന് അറിയാം, പക്ഷെ എനിക്ക് പാട്ടിടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ ഈ ഡാൻസൊക്കെ നോക്കി പഠിച്ചത് ഒരാളുടെ വ്ളോഗിലെ വീഡിയോ കണ്ടിട്ടാണ്. അതായത് വർണ്ണ വ്ളോഗ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൽ വർണ്ണയുടെ കല്യാണത്തിന്, വർണ്ണ ഹൽദിക്ക് കളിച്ച ഡാൻസിലെ 3 പാട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതേ സ്റ്റെപ്പ് അവളുടെ വീഡിയോയിൽ നോക്കിയിട്ടാണ് നമ്മൾ 4 പേരും പഠിച്ചത്. ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവളായിട്ട് ഞാൻ പേഴ്സണലി കോൺടാക്റ്റ് ഉള്ള ഒരാളാണ്. എനിക്ക് അടുത്തറിയുന്ന യൂട്യൂബേഴ്സിൽ എനിക്ക് അടുത്തറിയുന്ന ഒരാളും കൂടിയാണ് കേട്ടോ പറഞ്ഞ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഹൽദിക്ക് നീ കളിച്ച സെയിം പാട്ടിൽ 3 പാട്ട് നോക്കിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 3ാമത്തെ സോങ് ആയിരുന്നു കേട്ടോ, തെങ്കാശിപ്പട്ടണം മൂവിയിലെ സോങ് ആയിരുന്നു. മറ്റേ കാത്തിരുന്നൊരു ചക്കരക്കുടം ആ പാട്ടില്ലേ, അതായിരുന്നു കേട്ടോ. ഡോലുമാലി, യെസ്, ആ പാട്ടന്നെ. ഇത് സംഭവം സ്റ്റെപ്പ് ആരും അങ്ങനെ ക്ലിയർ ആയിട്ട് പഠിച്ച് കളിക്കുന്നൊന്നല്ല കേട്ടോ. നമുക്ക് വളരെ കുറച്ച് ദിവസത്തിൽ വളരെ കുറച്ച് ഹവേഴ്സ് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 4 ആളും കൂടി കളിച്ചത് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ കയറാനായിട്ട് കുറച്ച് മുന്നെയാണ്. ഒരൊറ്റ വട്ടം കളിച്ച് നോക്കി, അത് കാരണം തന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ നല്ലോണം തെറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞു, നമ്മുടെ 4 പേര് ഡാൻസ് കഴിഞ്ഞു. അടുത്തത് എൻ്റെയും സ്നേഹയുടെയും മനുവേട്ടൻ്റെയും ഡാൻസ് ആയിരുന്നു. നമ്മൾ മനുവേട്ടനെ സ്റ്റേജിലോട്ട് വലിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മൾ കളിച്ച പാട്ട് മറ്റേതായിരുന്നു കേട്ടോ, രാഘവേണു ഗോപാല, ആ പാട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടിക്കുഴലേ ഹുയ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് മനുവേട്ടനോട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മനുവേട്ടൻ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്ന് നിൽക്കണം എന്ന്, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പാട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലി ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. കുറേ പേര് ഡാൻസ് കളിച്ചു, നമ്മുടെ കസിൻസൊക്കെ കുറേ പേര് ഡാൻസ് കളിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ പേര് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ ഹൽദി വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ഹൽദിയാണ്. നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ ഹൽദി ഒന്നും ഒരു ഫംഗ്ഷനായിട്ട് വെച്ച് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നമ്മൾ ദക്ഷിണ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കല്യാണത്തിന് തലേ ദിവസമായിട്ട് മുതിർന്നവർക്ക്, കുറച്ച് പ്രായം കൂടിയവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാവാറുണ്ട്, അല്ലാണ്ട് ഹൽദി ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇത് നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഹൽദിയാണ്. അത് കാരണം തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മഞ്ഞ ഡ്രസ്സിൽ കാണാനും അതുപോലെ തന്നെ ഇതുപോലെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മയുടെ കസിൻസാണ് കേട്ടോ. ഇവരൊക്കെ ഇതാ സെയിം എന്താ പറയുക, സ്പോട്ടിൽ കളിച്ച ആൾക്കാരാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കളിച്ചവരാണ്. നമ്മൾ കളിക്കുന്ന കണ്ടപ്പം ഇവർക്കൊരു കളിക്കാൻ ആഗ്രഹം, ഒരു 5-10 മിനിറ്റ് കൊണ്ട് വേഗം റൂമിൽ പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തു, എന്നിട്ട് കളിച്ചതാണ് കേട്ടോ. ഇവരുടെ ഡാൻസാണ് ശരിക്കും എല്ലാവരും ഒന്ന് സർപ്രൈസ് ആയി പോയത്. ബാക്കി എല്ലാവരും കളിക്കുന്ന അറിയാം, പക്ഷെ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹൽദി ഫംഗ്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ ഇതാ കസിൻസിനായിട്ട് വർത്തമാനം പറയാനായിട്ടോ എല്ലാവരും, ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ
ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് അങ്ങനെ ആഘോഷിച്ചു കേട്ടോ ഹൽദി. ഇപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മനുവേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, കസിൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു നെയ്ച്ചോറും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല, ചപ്പാത്തി, ചിക്കൻ കറി, സാലഡ് അതൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. ലാസ്റ്റ് ട്രിപ്പാണ്, ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ, ചേച്ചി, മനുവേട്ടൻ, ചെറിയമ്മ, ചെറിയച്ഛൻ, അതുപോലെ തന്നെ വല്യമ്മ, വല്യച്ഛൻ, ശ്രീ ചേച്ചി, സ്നേഹ, എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. സ്നേഹം എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ ട്രിപ്പിൽ കഴിച്ചു കഴിഞ്ഞു, അവൾക്ക് വയ്യാണ്ടായിട്ടോ ഡാൻസ് കളിച്ചിട്ട്. അപ്പോൾ വേഗം ഫുഡ് കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എന്തൊക്കെയോ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. വല്യമ്മയും വല്യച്ഛനൊക്കെ ഇതാ ദുബായിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട്. ഇത് മനുവാൻ്റെ സിസ്റ്ററാണ് കേട്ടോ, അശ്വതി എന്നാണ് കേട്ടോ പേര്. അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരെടുത്ത് പറഞ്ഞ് വ്ളോഗിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ അവൾ എടുത്തതാണ് കേട്ടോ വീഡിയോ. അവളുടെ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ, അവളുടെ അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്, അതായത് മനുവാൻ്റെ അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. തിരിച്ച് വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷൻ, റൂമിലേക്ക് പോയി തിരിച്ച്. നല്ല ടയേർഡായിരുന്നു കേട്ടോ, സൂപ്പർ ടയേർഡായിരുന്നു. ഡാൻസൊക്കെ കുറേ കാലമായി ഡാൻസ് കളിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 ലാസ്റ്റ് ഡാൻസ് കളിച്ചത്. പിന്നെ ഒരു 5 ഇയേഴ്സിന് ഇപ്പോഴാണ് കളിക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം.